Dear students, welcome to International Business. We are studying about international trade theories. Today, we are going to discuss about the last trade theory, that is national competitive advantage or Porter's diamond. So this theory of competitive advantage was developed by Michael Porter, who was a professor in Harvard Business School. During 90s, he conducted a very detailed study about the competitive advantage. So he conducted a study to identify why a nation achieves international success in a particular industry. So the different countries in the world are having competitive advantage in some sectors. For example, in Japan, they are very competitive in electronic goods. America, for example, competitive in automobile sector. For example, Denmark, they are competitive in agricultural articles. So the different countries in the world are competitive in some sectors. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കുക. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് 100 കമ്പനികളെ, ലോകത്തുള്ള 100 കമ്പനികളെ, 10 രാജ്യത്തിൽ നിന്ന് 100 കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹൗ എ ഫേം ക്യാൻ ബിക്കം കോമ്പറ്റീറ്റീവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ് ഒരു കമ്പനി എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അത് കോമ്പറ്റീറ്റീവ് ആകുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി ഈസ് ടു ഐഡൻറ്റിഫൈ the reason about the success in the competitive advantage aspect. അപ്പോൾ എന്താണ് ഈ തിയറി, ഇപ്പോൾ 100 കമ്പനികളെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. അദ്ദേഹം പറയുന്നത് എ കമ്പനി വിച്ച് എൻജോയ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ഇൻ എ സ്ട്രോങ്ങർ പൊസിഷൻ ടു ട്രേഡ് വിത്ത് ഫേംസ് ഇൻ അതർ കൺട്രീസ്. അപ്പം ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു കമ്പനി they can easily conquer the markets in other countries. Toyota, for example, in the automobile sector they are a leading company. അപ്പോൾ അവർക്ക് അതിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം they are in a stronger position to trade in the automobile sector with the firms in other countries. ഫോർഡിനോടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാരുതിനോടോ കോമ്പീറ്റ് ചെയ്യാൻ ടൊയോട്ടയ്ക്ക് പറ്റും. എന്താ കാരണം? they are having competitive advantage in the automobile sector. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, they are competitive in IT sector. They are having an upper hand, they are having a competitive advantage over other companies in the different countries. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ they can compete with the other firms in other countries. അപ്പോൾ 4 കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് there are 4 factors. The competitive advantage develops from factor conditions, demand condition, strategy and rivalry, and related supporting industries. അപ്പോൾ 4 ഫാക്ടേഴ്സാണ്: ഫാക്ടർ കണ്ടീഷൻ, ഡിമാൻഡ് കണ്ടീഷൻ, സ്ട്രാറ്റജി ആൻഡ് റൈവൽറി, അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഫാക്ടർ കണ്ടീഷൻ നമുക്ക് ഏവർക്കും അറിയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ലാൻഡ്, ലേബർ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. Generally, he divided the factors into 2 categories: basic factor and advanced factor. Basic factor എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ്, ക്ലൈമറ്റ്, ലൊക്കേഷൻ, ഡെമോഗ്രഫി. ഇപ്പോൾ ഒരു രാജ്യത്തെ കാലാവസ്ഥ കൃഷിക്ക് ഏറ്റവും ഉത്തമമായ കാലാവസ്ഥയാണെങ്കിൽ സോ ദേ ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെക്ടർ ഏരിയ. ക്ലൈമറ്റ്, ലൊക്കേഷൻ, അതിൻ്റെ ആ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, ഡെമോഗ്രാഫിക്, അവിടുത്തെ ആൾക്കാരുടെ സ്കിൽഡ് ലേബറിൻ്റെ അവൈലബിലിറ്റി, ഇപ്പോൾ ഇന്ത്യ, ചൈനയൊക്കെ. അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ആ രാജ്യത്തുള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സ്കിൽഡ് ലേബർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ടെക്നിക്കൽ നോ ഹൗ എക്സെട്ര. അപ്പം ഈ ഫാക്ടേഴ്സിനെ 2ആയി തിരിച്ചിരിക്കുന്നു: ബേസിക് ഫാക്ടറും അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സും. ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ്, ക്ലൈമറ്റ് ഒക്കെയാണ്. അഡ്വാൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT ഇൻഫ്രാസ്ട്രക്ചർ, സ്കിൽഡ് ലേബർ, R&D, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എന്താ കാരണം?
ദിസ് പ്രൊവൈഡ് ഇനീഷ്യൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ടു എ നേഷൻ. അപ്പം നമ്മളൊരു രാജ്യത്തിൻ്റെ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ജപ്പാൻ്റെയോ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് ഫാക്ടർ കണ്ടീഷൻ. അപ്പോൾ സസ്റ്റെയിൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കംസ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഫാക്ടേഴ്സ് ലൈക്ക്, അത് പലതരം ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ഈ പോർട്ടേഴ്സ് ഡയമണ്ടിൻ്റെ ഒരു പിക്ചർ നോക്കാം. അപ്പം ഇതാണ് പോർട്ടേഴ്സ് ഡയമണ്ട്. അപ്പോൾ അവിടെ 4 ഫാക്ടേഴ്സാണ് പറയുന്നത്. ഫാക്ടർ കണ്ടീഷൻസ്, ഡിമാൻഡ് കണ്ടീഷൻസ്, റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ്, സ്ട്രാറ്റജി ആൻഡ് റൈവലറി. ഇത് 4ഉം തമ്മിലുള്ള ബന്ധമാണ് ഓവറോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോർട്ടേഴ്സ് ഡയമണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞത് ഈ ഫാക്ടേഴ്സ്, അതിൽ സ്കിൽഡ് ലേബർ, ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇതിനകത്ത് വരും. ദീസ് ആർ ക്രിയേറ്റഡ്, നോട്ട് ഇൻഹെറിറ്റഡ്. നോട്ട് ദിസ് പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ക്രിയേറ്റഡ്. ഇപ്പോൾ ജപ്പാനിൽ അവർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയത് ഇൻഹെറിറ്റൻസ് കൊണ്ടല്ല, പാരമ്പര്യമായി കിട്ടിയതല്ല. എന്താ കാരണം? ദേ ഡെവലപ്ഡ് ദിസ് പർട്ടിക്കുലർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ ആൻഡ് ഇൻക്രീസ്ഡ് ദെയർ കപ്പാസിറ്റി. അപ്പം ഒരു രാജ്യം സ്കിൽഡ് ലേബർ അത് വരുന്നത് അത് ഇൻഹെറിറ്റൻസ് അല്ല, അല്ലെങ്കിൽ IT ഡെവലപ്മെൻറ്റ് അത് ഇൻഹെറിറ്റൻസ് അല്ല, ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡ്യൂപ്ലിക്കേറ്റ്. ദ ഫേം ദാറ്റ് പൊസസ് ഹാവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ടൊയോട്ടയോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ അതേപോലത്തെ വലിയ കമ്പനികൾ അവർ ഇത് മുമ്പോട്ട് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ കാരണം എന്താണ്? അവരുടെ ഫാക്ടർ കണ്ടീഷൻസാണ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ഘടകങ്ങളും അതേപോലെ തന്നെ മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അതാണ് അവരെ കോമ്പറ്റീറ്റീവ് ആക്കുന്നത്. രണ്ടാമതൊരു ഡിമാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന രാജ്യത്തിൻ്റെ മാർക്കറ്റ്, ദ സൈസ് ആൻഡ് ദ സോഫിസ്റ്റിക്കേറ്റഡ് നേച്ചർ ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അമേരിക്കയിൽ ഒരു കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എന്താ കാരണം? അമേരിക്കയിലെ ഓട്ടോമൊബൈൽ സെക്ടർ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു കാർ മാത്രമേ അമേരിക്കയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ. ഇന്ത്യയിൽ അമേരിക്കയിൽ ഉള്ളതിൻ്റെ ഒരു 3-4 സ്റ്റെപ്പ് ബാക്കിലുള്ള കാർ പോലും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഫോർ എക്സാമ്പിൾ. അപ്പം നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് അപ്പം ഡിമാൻഡ് കണ്ടീഷൻ മീൻസ് മാർക്കറ്റിൽ നമ്മുടെ രാജ്യത്ത് ആ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് കസ്റ്റമേഴ്സ് എൻഹാൻസ് കൺട്രീസ് കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയ പ്രോഡക്റ്റ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന രാജ്യത്തെ കൺസ്യൂമേഴ്സ്. അപ്പം കമ്പനികൾ എന്ത് ചെയ്യും? ദേ വിൽ പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് വിത്ത് ബെറ്റർ ക്വാളിറ്റി. അപ്പോൾ കസ്റ്റമേഴ്സ് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ രാജ്യത്ത് കമ്പനികൾ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവും. എന്താ കാരണം? ദേ വാണ്ട് ടു ഗിവ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ്. ഓട്ടോമാറ്റിക്കലി ദ കൺട്രി വിൽ ബി കോമ്പറ്റീറ്റീവ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ ഡിമാൻഡ് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ദ മാർക്കറ്റ് ഇൻ ദ കൺട്രി ഡിസൈഡ്സ് ദ പ്രോഡക്റ്റ് ടു ബി മാർക്കറ്റഡ് ഇൻ ദാറ്റ് കൺട്രി. If the consumers are sophisticated, advanced, automatically the products produced by the companies in that country will also be of good quality. They are competitive. From demand conditions, from sophisticated customers make the industries competitive. മൂന്നാമതായിട്ട് റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ആ സെക്ടറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് മേഖലകൾ. സോ ദ റിലേറ്റഡ് ഇൻഡസ്ട്രീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മേഖലകളുണ്ട്. ഇപ്പോൾ ടയർ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ബാറ്ററി, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഒരു റിലേറ്റഡ് ഏരിയാസ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് എ ഫേം ത്രൂ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഓഫ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഷെയറിങ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഒരേപോലെ ഇപ്പോൾ നമ്മൾ IT ഹബ്ബ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ ഒത്തിരി IT കമ്പനികളുണ്ട്. ദേ ക്യാൻ വെരി ഈസിലി ഷെയർ ദെയർ ടെക്നിക്കൽ നോളജ്, ദെയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രാജ്യത്ത് മരുന്ന് കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഷെയർ ദെയർ ടെക്നോളജീസ്, ദേ വിൽ ഷെയർ ദെയർ ഐഡിയാസ്. അപ്പോൾ സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ അതവർ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? There will be better quality products from all the companies.
അപ്പം റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പ്രസൻസ് ആ രാജ്യത്ത് അല്ലെ ആ കമ്പനികളെ കൂടുതൽ സ്ട്രോങ് ആക്കും. ദേ ക്യാൻ ഈസിലി സെൽ ദെയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു ദ അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ്. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ R&D, ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ദെൻ ഫേം സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് റൈവൽറി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മാനേജ്മെൻറ്റ് ലെവൽ, അതിൻ്റെ ചില പോളിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ഫേം വെദർ ഇറ്റ് ഈസ് ഇൻ എ പൊസിഷൻ ടു കോമ്പീറ്റ് ഇൻ ദ വേൾഡ് മാർക്കറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അതായത് റിഗറിയസ് കോമ്പറ്റീഷൻ മേക്ക് ദ ഫേം വൈബ്രൻറ്റ്. അതാണ് ആ കോമ്പറ്റീഷൻ അതിനെ വൈബ്രൻ്റ് ആക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ വളരെ കോമ്പറ്റീറ്റീവാണ്. ഇപ്പോൾ അമേരിക്കയിലും അതേപോലെ കോമ്പറ്റീറ്റീവാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുക? സോ മെനി കമ്പനീസ് ആർ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രോഡക്ട്സ്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്. അപ്പം ഇറ്റ് മേക്ക് ദ മാർക്കറ്റ് വൈബ്രൻറ്റ്, ഫേം വൈബ്രൻറ്റ്. ഇറ്റ് ട്രൈസ് ടു റെഡ്യൂസ് കോസ്റ്റ്, ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ്. പരമാവധി കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കും, പുതിയ പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് ശ്രമിക്കും, പുതിയ ചേഞ്ചസ് വരുത്തും. അപ്പം ദ റൈവൽറി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിഗോറിയസ് കോമ്പറ്റീഷൻ വിൽ റെഡ്യൂസ് കോസ്റ്റ്, ഇംപ്രൂവ് ക്വാളിറ്റി, ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ്. അപ്പം ദിസ് എനേബിൾസ് ദ കമ്പനി ഫോർ ഗ്ലോബൽ കോമ്പറ്റീഷൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ ഹെവി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കമ്പനി വളരെ സ്ട്രോങ് ആണ്, ആ കമ്പനിക്ക് വളരെ ഈസി ആയിട്ട് ഗ്ലോബൽ കോമ്പറ്റീഷൻ പോകാം. അപ്പം ഡൊമസ്റ്റിക് റൈവൽറി ക്രിയേറ്റ്സ് പ്രഷർ ടു ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ നോക്കുക, എല്ലാ കമ്പനികളും വളരെ കോമ്പറ്റീറ്റീവാണ്. എല്ലാവരും പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നു, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇറക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ട് ടാറ്റ ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറുകൾ ഇറക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുന്ന അവസ്ഥയിലേക്ക് ടാറ്റയുടെ വാഹനങ്ങൾ എത്തുകയാണ്, SUV ഒക്കെ വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡൊമസ്റ്റിക് റൈവൽറി എമംഗ് ദ ഓട്ടോമൊബൈൽ കമ്പനീസ് ഇൻ ഇന്ത്യ മേക്ക് ദ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടർ വെരി കോമ്പറ്റീറ്റീവ്, മേക്ക് ദം ക്വാളിറ്റി കോൺഷ്യസ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്റ്റൈൽസാണ്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് മാനേജ്മെൻ്റ് ആയിരുന്നു. ബട്ട് നൗ ദ ഓർഗനൈസേഷൻസ് ആർ ഷിഫ്റ്റിംഗ് ടു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ദേ ആർ അപ്പോയിൻറ്റിംഗ് ക്വാളിഫൈഡ് മാനേജേഴ്സ് ഫോർ ദ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ, അവർ ഫോളോ ചെയ്യുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രീസ്. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ അവിടെ ഒരു സുപ്പീരിയറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഗൂഗിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനിയുടെ ഹെഡ് ഒരു ചെറുപ്പക്കാരനായ ഇന്ത്യക്കാരനാണ്. സോ ദേ ഐഡൻറ്റിഫൈഡ് ദാറ്റ് പേഴ്സൺ, സുന്ദർ പിച്ചൈ, ടു ഹെഡ് ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ് ബേസ്ഡ് ഓൺ ഹിസ് ക്വാളിറ്റി. ദ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പലപ്പോഴും സീനിയോറിറ്റിയാണ് അതിന് മാനദണ്ഡം. അപ്പോൾ എന്താണ്? ആ കമ്പനികൾ ഫോളോ ചെയ്യുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈൽസ്. ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ, ജർമ്മനി ആവട്ടെ അല്ലെങ്കിൽ യൂറോപ്പ് ആവട്ടെ അമേരിക്ക ആവട്ടെ, ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കോമ്പറ്റിറ്റീവ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ടേക്ക് ടൈംലി ഡിസിഷൻ, വൈസ് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ. അപ്പോൾ നാഷണൽ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഗവൺമെൻറ് പോളിസീസ് റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് പോളിസീസ് റിഗാർഡിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഗവൺമെൻറ് പോളിസീസ് റിഗാർഡിംഗ് ഓപ്പണിംഗ് അപ്പ് ഓഫ് മാർക്കറ്റ്, കറപ്ഷൻ അത് ഇല്ലാതെയാക്കുക, ഇതൊക്കെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഫേം സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് റൈവൽറിയിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പം പോർട്ടർ പറയുന്നത് ഇതിൽ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ, ഫോർ ദീസ് ഫാക്ടേഴ്സ് ആർ ദ മേജർ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് എ ബിസിനസ് ആൻഡ് ബൈ വിച്ച് ദ കൺട്രി വിൽ ബി അഡ്വാൻറ്റേജസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ് ലെവൽ. 2 ഘടകങ്ങളുണ്ട്. ഗവൺമെൻറ് റോള്. ഇപ്പോൾ ഗവൺമെൻറ് റോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് റോൾ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ എക്കണോമി അല്ലെങ്കിൽ IPR ഇതൊക്കെ വരും. ഇപ്പോൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ 90-കൾക്ക് ശേഷം അവർ കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ലിബറലൈസേഷൻ, LPG. എന്താ സംഭവിച്ചത്? ഓൾ ദ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് വാസ് ടു പ്രൊമോട്ട് കോമ്പറ്റീഷൻ, പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, promote new companies, opening up of the market. So it contributed for the development of so many companies which are capable to compete in the international market. രണ്ടാമതായിട്ട് chance. There may be some situation. That situation creates the better opportunity. For example, ഇപ്പോൾ നമുക്കറിയാം
ലോകത്ത് ലോക്ക്ഡൗൺ ആണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാവലിംഗ് ഇതുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായ കുറേ കമ്പനികൾ പറയാം സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇതേപോലത്തെ ആപ്പുകൾ ഭയങ്കരമായി സ്കോപ്പായി. അല്ലെങ്കിൽ മൊബൈൽ പേയ്മെൻറ്റ് ആപ്പുകൾ ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ വന്നു. എന്താ കാരണം? ചാൻസ് ആണ്. നൗ ദർ ഈസ് എ ഡിസീസ് by which you cannot travel according to your interest. You have to attend meeting, you have to give lecture. So the demand for these apps are increasing. But chance എന്ന് പറഞ്ഞാൽ it refers to some chance, ആക്സിഡൻ്റലി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ, ലോകത്തുണ്ടാകുന്ന ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവം. നമുക്കറിയാം ലോകത്തെ ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ ചേഞ്ചസിൻ്റെയും ബേസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ്, ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ. ഇപ്പം ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചു. ഫോർ എക്സാമ്പിൾ, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി, ഭയങ്കര മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ചൈനയുമായിട്ട് വിഷയത്തിന് പുറത്ത് ടിക്ടോക്ക് നിരോധിച്ചു. സോ ഇറ്റ് അഫക്റ്റ് ദം നെഗറ്റീവ്ലി. ഫ്ലക്ച്വേഷൻ ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, ഇതാണ് ഓയിൽ പ്രൈസ്, അങ്ങനത്തെ കേസിലൊക്കെ. ഫോൾ ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് ഇല്ല കാരണം മാർക്കറ്റ് ഇല്ല. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള വിഷയമാണ്. ഫോൾ ഇൻ ഡിമാൻഡ്, അതേപോലെ ഡിസീസസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ചാൻസസ് ആണ്. ഇതൊക്കെ ചാൻസസ് ആണ്. ഈ ചാൻസസ് രണ്ട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. വെദർ ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ഇൻ എൻഹാൻസിങ് ഡിമാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂമിൻ്റെ ഒക്കെ കേസിൽ ദി ചാൻസ് ഓഫ് ഡിസീസ് ക്രിയേറ്റഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻഹാൻസ് ദെയർ ഡിമാൻഡ്. സംടൈംസ് ഇറ്റ് റെസ്ട്രിക്റ്റ്. ഫോർ എക്സാമ്പിൾ ഈ ലോക്ക്ഡൗൺ വന്നു, കാർ വിൽക്കാൻ പറ്റുന്നില്ല, ഷോറൂം വിൽക്കാൻ പറ്റുന്നില്ല, ഷോറൂം തുറക്കാൻ പറ്റുന്നില്ല, കാർ വിൽക്കാൻ പറ്റുന്നില്ല. റെസ്ട്രിക്റ്റ് ദ ഫേംസ് കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ ഈ തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, പോർട്ടർ ഡിമാൻഡ് തിയറിയിൽ ഗവൺമെൻറ് ഷുഡ് ടേക്ക് ദ മാക്സിമം സ്റ്റെപ്പ് ടു ഓപ്പൺ അപ്പ് ഇറ്റ്സ് എക്കണോമി ഫോർ ഇൻക്രീസിങ് ദ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ ഈ 4 കോമ്പോണൻസ് ഓഫ് ദ ഡയമെൻഷൻ ഇത് സ്ട്രെങ്തൻ ചെയ്യണം. ഗവൺമെൻറ് അവരുടെ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യണം. ദിസ് വിൽ ഹെൽപ്പ് എ ഫേം ടു അക്വയർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഹെൽപ്പ് ടു increase the competitive advantage of the nation. Thank you.